ഷോൺ ജോർജ്, ഇപ്പോൾ താങ്കൾക്ക് തന്നെ അറിയാം, ഇവിടെ ഹൈബി ഈഡനോ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസിനോ ശശി തരൂരിനോ ഒന്നും നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ അവരുടെ സ്വന്തം നിലപാടെടുത്തു പോയിട്ട് സഭയിൽ പ്രസംഗിക്കാനും പറ്റില്ല, വോട്ട് ചെയ്യാനും പറ്റില്ല. ഓരോ പാർട്ടികളും ആ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി എടുക്കുന്ന നിലപാടനുസരിച്ച്, അതിന്റെ വിപ്പ് അനുസരിച്ചാണ് സഭയിൽ നിലപാട് സ്വീകരിക്കുക. ഇത് വളരെ പച്ചവെള്ളം പോലെ വസ്തുതയാണ് എന്നിരിക്കെ ഈ എംപിമാരുടെ മുകളിൽ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന് പറയുന്നതിൽ ഒരു മര്യാദയുണ്ടോ? ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ച പോലെ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ പാർട്ടിയുടെ വിപ്പ് മാത്രമല്ല അനുസരിക്കേണ്ടത്. നിയമപരമായിട്ട് അത് ശരിയാണ്, പാർട്ടിയുടെ വിപ്പ് അനുസരിച്ചാൽ മതി. ഇവിടെ സഭയും കരയോഗവും പറയുന്നത് ചെയ്താൽ മതിയോ എന്നൊരു ചോദ്യം ഇവിടെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു. ഇലക്ഷൻ വരുമ്പോൾ മാത്രം സഭയും കരയോഗത്തിലും പോയാൽ പോരാ. സഭയ്ക്കും കരയോഗത്തിനുമൊക്കെ ആവശ്യമുള്ള സമയത്ത് അവരുടെ നിലപാടുകൾക്കൊപ്പം സ്വന്തം പാർട്ടിയിൽ അതിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നു? അങ്ങനെ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ ആ പാർലമെൻ്ററി പാർട്ടിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ എൻ്റെ സഭയും അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും കാലാകാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ അന്ധമായി അതായത് ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ച പോലെ ആരുടെയെങ്കിലും വോട്ട് ബാങ്ക് എന്ന് പറയപ്പെടുന്ന, അങ്ങനെ പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, വളരെ ജെനുവിനായൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു നിയമത്തെ ഭേദഗതി ചെയ്യണമെന്ന് ഒരു സമൂഹം ഒന്നാകെ ആവശ്യപ്പെടുന്നു. അത് പാർലമെൻ്ററി പാർട്ടി യോഗം കൂടുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മേൽ ഇത്തരത്തിലൊരു സമ്മർദ്ദമുണ്ട്, കാലാകാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹമാണ് ഇത് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് അവരുടെ ആവശ്യവും ന്യായമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അന്ധമായ ഈ ബില്ലിനെ അന്ധമായി എതിർക്കുന്നതിന് പകരം അതിനകത്ത് ഇന്ന കാര്യങ്ങൾ നമ്മളും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വാതുറന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? പാർലമെൻ്ററി പാർട്ടിയിൽ രാഹുൽ ഗാന്ധി മാത്രമാണ് സംസാരിക്കുന്നത്. എന്തിനാണ് ആ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്? എംപിമാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആ പാർലമെൻ്ററി പാർട്ടിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ എങ്കിൽ അവരത് പറഞ്ഞ് പാർട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്.